ഗൈസ് ഇത് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി അയലത്തോരനാണ്. അയലത്തോരൻ എൻ്റെ ഗ്രാൻഡ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ അയലത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ് വാട്ട് എ സ്മെൽ. ഇതൊക്കെ ഓഫല്ലേ? ഞാൻ കുറേ ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ വീഡിയോസ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും അയലത്തോരൻ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ അയലത്തോരനാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അമ്മമ്മയാണ്. അമ്മമ്മയുടെ കക്ക ഉപ്പേരി, അതേപോലെ മാങ്ങാപ്പെരക്ക്, ഇതൊക്കെ കണ്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് അമ്മമ്മയുടെ റെസിപ്പീസ് ഇനി വിടണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ, അമ്മമ്മയുടെ സ്പെഷ്യൽ അയലത്തോരൻ. അപ്പോൾ അയലത്തോരൻ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ: വെളിച്ചെണ്ണ, കറിവേപ്പില, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ഇത് നമ്മൾ അയല മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് മുള്ളെല്ലാം കളഞ്ഞ് പിച്ചിയെടുത്തതാണ്. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ പൊടികൾ മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അയലത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതാ ഒരു മീൻ ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് മീൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 25 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിൽ നമ്മളിപ്പം കുറച്ച് ഭാഗം മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ചെറിയുള്ളിക്ക് പകരം സവാള ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയുള്ളി ഇടുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെറിയുള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരുമ്പം നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കണം. ഇത് ഞാൻ കല്ലിൽ തന്നെ ചതച്ചെടുത്തതാണ്, ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. മിക്സിയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ കറിവേപ്പിലയാണ്, അപ്പോൾ ധൈര്യമായിട്ട് ഇടാം. അപ്പോൾ ഈ അയലത്തോരൻ അമ്മമ്മയുടെ വീട്ടിലൊക്കെ പണ്ട് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷായിരുന്നു. അമ്മമ്മ പറഞ്ഞു തന്നപ്പം അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തായാലും പണ്ടത്തെ ആ ഒരു രുചിയും ഇപ്പോഴത്തെ രുചിയും തമ്മിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. പണ്ട് അമ്മമ്മ പറഞ്ഞു തന്നത് ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതിന് പകരം മുളകൊക്കെ അരച്ച് ചേർക്കാറുണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മളിപ്പോൾ ചെയ്യില്ല, നമുക്കെല്ലാം ഇപ്പം പൊടികളായിട്ട് കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഈസി മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാൻ നോക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. നമ്മൾ മീനിൽ വേവിക്കുമ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പം കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി നമ്മൾ മീനിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി.
ഇതൊന്ന് ചൂടാവട്ടെ, പച്ചമണമൊക്കെ മാറട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാനുള്ള സമയമായി. ഇതാണ് അയില. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 3 അയിലയാണ്. അയില നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ പിച്ചെടുത്തു. അത് അമ്മമ്മ പറഞ്ഞു തന്ന ഒരു ട്രിക്ക് ഉണ്ട്. അതായത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വാൽഭാഗം നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ മുള്ളെല്ലാം പുറത്തേക്ക് വന്നിട്ട് ഇതേപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈസിയാണ്. ഇത് അമ്മമ്മ പറഞ്ഞു തന്നൊരു ട്രിക്കാണ്. അപ്പോൾ അതേപോലെ ഞാൻ ചെയ്തതാണ് ഇത്. നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ പുതിയ കിച്ചൺ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? ക്യാമറ സെറ്റപ്പും കിച്ചണൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചേഞ്ച് ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ച അയില ആയതുകൊണ്ട് ഒരുപാട് സമയം ഇതിലിടേണ്ട ആവശ്യമില്ല. നല്ലോണം വെന്തതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ലാവി സൗണ്ട് ഉണ്ടാക്കി. ലാവിക്ക് അയിലയുടെ സ്മെല്ല് അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അമ്മമ്മ എന്തായാലും ഈ വീഡിയോ കാണും. ഓക്കെ, അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതാ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ടു. ജസ്റ്റ് ഒന്ന് ഇത് മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല. ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇത് ചൂടായി. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി മാറ്റി വെക്കണമെന്ന്. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി. ഈ ചെറിയുള്ളി നല്ലോണം വറുത്തിട്ട് നമ്മൾ ഈ തോരനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതാണ് ഈ അയിലത്തോരൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ നമ്മളൊരു Q&A വെച്ചിട്ടുണ്ട്. ഇന്നലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തായാലും ഞാൻ നനഞ്ഞു. എനിക്ക് കുളിച്ചിട്ട് കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ ചോദ്യങ്ങളും അതിൽ ചോദിക്കാം. കമ്മ്യൂണിറ്റി ടാബിൽ മെസ്സേജ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ ആൻസർ തരുന്നതായിരിക്കും. നമുക്ക് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കിടിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിനുള്ള ആൻസർ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി തന്നെ ഈ അയിലത്തോരൻ തീരും. കിടിലൻ ടേസ്റ്റ്. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കാനേ. എൻ്റെ അടുത്ത് കുറച്ച് പേര് പറയുകയും ചെയ്തു ഞാൻ ടേസ്റ്റ് നോക്കുന്ന സെഗ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മളെ ഉള്ളി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, അടിപൊളി. ഒന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതാണ് നമ്മുടെ അയിലത്തോരൻ, നല്ല നാടൻ അയിലത്തോരൻ. സിമ്പിൾ റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി അയില കിട്ടുമ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് നല്ലോണം കൊതി വരുന്നുണ്ട്. അപ്പോൾ ആ കൊതി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ആഹാ, ആഹാ, അടിപൊളി അടിപൊളി. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാണ്, ഈ അയിലത്തോരൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇനി അയില കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്ര കിടു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ.